നമസ്കാരം. ലോകം മറ്റൊരു മഹായുദ്ധത്തിന്റെ മുനമ്പിലാണോ എന്ന ഭീതി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് പശ്ചിമേഷ്യയിൽ നിന്നുള്ള പുതിയ വാർത്തകൾ പുറത്തു വരുന്നത്. ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങളെ മുൻനിർത്തി അമേരിക്ക നടത്തുന്ന സൈനിക നീക്കങ്ങൾ വെറും പ്രതിരോധത്തിനപ്പുറം കൃത്യമായ ലക്ഷ്യങ്ങളുള്ള അധിനിവേശ തന്ത്രങ്ങളാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ പോലുള്ള രഹസ്യ നീക്കങ്ങളിലൂടെ തങ്ങളുടെ പ്രഹരശേഷി തെളിയിച്ച US സൈന്യം 2026 ഇറാന്റെ ആണവ വ്യോമ പ്രതിരോധങ്ങളെ തകർക്കാൻ അത്യാധുനികമായ ബങ്കർ ബസ്റ്ററുകളും സ്റ്റെൽത്ത് വിമാനങ്ങളും സജ്ജമാക്കി കഴിഞ്ഞു. ഒരു പരമാധികാര രാഷ്ട്രത്തിനുമേൽ ലോക പോലീസ് ആകാൻ അമേരിക്ക നടത്തുന്ന ഈ നീക്കങ്ങൾ അന്താരാഷ്ട്ര നയതന്ത്ര നിയമങ്ങളെ വെല്ലുവിളിക്കുന്നതും ആഗോള സമാധാനത്തിന് വലിയ ഭീഷണി ഉയർത്തുന്നതുമാണ്. ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാൻ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ആയുധ ശേഖരങ്ങളുടെ പരീക്ഷണ പ്രകടനം അമേരിക്ക നടത്തിയെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇറാനിലെ ഭരണകൂട വിരുദ്ധ പ്രതിഷേധങ്ങൾക്കിടെ രാജ്യത്ത് അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടാകുമോ എന്ന ആശങ്ക വർദ്ധിച്ചിരിക്കുന്നു. ഖമേനി ഭരണകൂടം റെഡ് ലൈൻ കടന്നാൽ ശക്തമായ നടപടി നേരിടേണ്ടി വരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകി. ഇത് യുദ്ധ ആശങ്ക വർദ്ധിപ്പിക്കുന്നത് കൂടിയാണ്. 2025 ജൂണിൽ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്ന പേരിലെ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തിയിരുന്നു. അതിസൂക്ഷ്മമായ രഹസ്യ മുന്നൊരുക്കത്തോടു കൂടിയാണ് ഇറാനിൽ US സൈന്യം അന്ന് ആക്രമണം നടത്തിയത്. അതിശക്തമായ പ്രഹരശേഷിയുള്ള നോൺ ന്യൂക്ലിയർ ബങ്കർ ബസ്റ്ററുകളാണ് ഇറാനെതിരെ അമേരിക്ക തൊടുത്തുവിട്ടത്. ഈ ആയുധങ്ങളുടെ ആദ്യത്തെ ഉപയോഗം കൂടിയായിരുന്നു അത്. 2026 ഇറാനെതിരെ പുതിയൊരു ആക്രമണത്തിന് ട്രംപ് അംഗീകാരം നൽകുകയാണെങ്കിൽ ഇറാന്റെ വർദ്ധിച്ചു വരുന്ന റഷ്യയിൽ നിന്നുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനുള്ള ആയുധങ്ങൾ അമേരിക്കൻ സൈന്യം വിന്യസിപ്പിക്കാൻ സാധ്യതയുണ്ട്. സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ, ദീർഘദൂരെയുള്ള ലക്ഷ്യങ്ങൾ കൃത്യമായി കണക്കാക്കി ആക്രമണം നടത്താൻ ശേഷിയുള്ള ആയുധങ്ങൾ, രഹസ്യ സൈബർ സാങ്കേതിക വിദ്യകൾ എന്നിവ അമേരിക്കൻ സൈന്യം വിന്യസിപ്പിക്കും. കഴിഞ്ഞിട്ടില്ല, പ്ലാൻ ബിയും അമേരിക്കയുടെ കൈവശമുണ്ട്. 2026 ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ ഇറാന്റെ പ്രതിരോധ സംവിധാനത്തെ തകർക്കാൻ B-2 ബോംബറുകൾക്കൊപ്പം F-35 ലൈറ്റനിങ് II, F-22 റാപ്റ്റർ സ്റ്റെൽത്ത് ഫൈറ്ററുകൾ എന്നിവയും അമേരിക്ക വിന്യസിപ്പിച്ചേക്കും. ഇവ ഒരു ഡിജിറ്റൽ ആയുധധാരിയെ പോലെ പ്രവർത്തിച്ച് ഇറാന്റെ റഡാർ സംവിധാനങ്ങളെ പ്രവർത്തനരഹിതമാക്കുകയും പ്രഹാരശേഷി കൂടുതലുള്ള ബോംബറുകൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും. ഇറാനിയൻ പ്രതിരോധങ്ങളെ മറികടക്കുന്നതിനും ഉപരിതല അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കുന്നതിനും US നാവികസേന ടോമാഹോക്ക് ലാൻഡ് അറ്റാക്ക് മിസൈലിനെ വളരെയധികം ആശ്രയിക്കുന്നുണ്ട്. USS ജോർജിയ അല്ലെങ്കിൽ പുതിയ വിർജീനിയ ക്ലാസ് കപ്പലുകൾ പോലുള്ള ഗൈഡഡ് മിസൈൽ അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കപ്പെടുന്ന ഈ ക്രൂയിസ് മിസൈലുകൾ നൂറുകണക്കിന് മൈലുകൾ അകലെ നിന്ന് വിക്ഷേപിക്കാനും ഉപരിതലത്തിലൂടെ മാത്രം നീങ്ങി ഇസ്ഫഹാനിലോ നദാൻസിലോ ഉള്ള ബാലിസ്റ്റിക് മിസൈൽ ഫാക്ടറികളെയും കമാൻഡ് സെന്ററുകളെയും ആക്രമിക്കാനും കഴിയും. ഈ വർഷം ഏതൊരു പുതിയ സാഹചര്യത്തിലും US നാവികസേന ബ്ലോക്ക് B ടോമാഹോക്ക് അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. യുദ്ധവിമാനത്തെ വഴിതിരിച്ചു വിടുന്നതിനടക്കമുള്ള അത്യാധുനിക സംവിധാനങ്ങളും ഇതിലുണ്ട്. ഭൗതിക യുദ്ധോപകരണങ്ങൾക്കപ്പുറം ഇറാനെതിരെ രഹസ്യ സൈബർ ആയുധങ്ങളും ഇലക്ട്രോണിക് യുദ്ധതന്ത്രവും US പ്രയോഗിച്ചേക്കും. സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് സിഗ്നലുകൾ സംരക്ഷിക്കുന്നതിന് മിലിറ്ററി ഗ്രേഡ് ഇലക്ട്രോണിക് ജാമിംഗ് ഉപയോഗിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നവയാണ്. ഇന്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടതിനിടയിലും പ്രതിഷേധക്കാർക്കും സർക്കാർ വിരുദ്ധ സ്രോതസ്സുകൾക്കും ആശയവിനിമയം നിലനിർത്താൻ കഴിയുമെന്ന് ഉറപ്പാക്കാനാണിത്. ഇറാനിയൻ സൈന്യത്തിന്റെ തലച്ചോറ് എന്ന് കരുതുന്ന സംയോജിത വ്യോമ പ്രതിരോധ ശൃംഖലകളും ഡ്രോൺ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകളും ലക്ഷ്യമിട്ടായിരിക്കും USന്റെ സൈബർ ആക്രമണങ്ങൾ. അടുത്തത് അമേരിക്കയുടെ AI പ്രതിരോധമാണ്. ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈലുകളെ തടയാൻ AI അധിഷ്ഠിത ട്രാക്കിംഗ് സംവിധാനവും US ഉപയോഗിച്ചേക്കും. ഇറാനിൽ പ്രതിഷേധക്കാരെ സംരക്ഷിക്കാൻ ഒരു ആക്രമണം നടത്താൻ ട്രംപ് ഉത്തരവിട്ടാൽ B-21 റൈഡർ പ്രോട്ടോടൈപ്പുകളിൽ നിന്നോ B-52 ബോംബറുകളിൽ നിന്നോ തൊടുക്കാൻ കഴിയുന്ന ജോയിന്റ് എയർ ടു സർഫസ് സ്റ്റാൻഡ് ഓഫ് മിസൈലുകൾ വിന്യസിപ്പിക്കാനും അമേരിക്ക മടിക്കില്ല. ഇത്രയുമൊക്കെ കേൾക്കുമ്പോൾ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ ഉയരും. അമേരിക്കയ്ക്ക് ഇതിനൊക്കെയുള്ള അധികാരമുണ്ടോ? അന്താരാഷ്ട്ര നിയമങ്ങളുടെ കോണിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ ഇറാനെതിരെ നടത്തുന്ന ഭീഷണികളെ ന്യായീകരിക്കാനാവുന്നതല്ല. ഇറാനിൽ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗത്തും ഇത്തരം പ്രക്ഷോഭങ്ങൾ ഉണ്ടായാൽ അവിടെയെല്ലാം അമേരിക്ക സൈനിക ഇടപെടൽ നടത്തിയാൽ എന്താവും സ്ഥിതി? ഒരു പരമാധികാര രാഷ്ട്രത്തിനെതിരെ ഭീഷണിയോ ബലപ്രയോഗമോ പാടില്ലെന്ന് UN ചാർട്ടറിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അത്യാധുനികമായ AI ട്രാക്കിംഗ് സംവിധാനങ്ങളും ടോമാഹോക്ക് മിസൈലുകളും ഉപയോഗിച്ച് ഇറാനെ കീഴ്പ്പെടുത്താൻ അമേരിക്കയ്ക്ക് സാധിച്ചേക്കാമെങ്കിലും ഇത്തരം നടപടികളുടെ ധാർമ്മികത ചോദ്യം ചെയ്യപ്പെടുന്നത് തന്നെയാണ്.